ആരവങ്ങൾ മുഴങ്ങട്ടെ, ആർപ്പുവിളികൾ ഉയരട്ടെ, പൂക്കൂടകളും പൂക്കളങ്ങളും നിറയട്ടെ. കഷ്ടപ്പാടിന്റെ കാലമാണ്, ദുരിതങ്ങളുടെ കാലമാണ്. എങ്കിലും നമുക്ക് നമ്മുടെ പൊന്നോണം അങ്ങനെയാണ് വിട്ടുകളയാൻ പറ്റൂ. സോ ലെറ്റ് us rock and roll. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ. എന്താണ് മേളം? അതായത് ചെണ്ട മേളം, പിന്നെ നമ്മുടെ പുലികളി, ഒപ്പം ജയറാമേട്ട് പൊളിക്കും. ഈ തവണത്തെ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ ഓണപ്പൂരമാണ്. ജയറാമേട്ടാ, നമ്മുടെ ടീമുകൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ജയറാമേട്ടനോട് ചോദിക്കാനുണ്ട്. പിന്നെന്താ, ഒരുപാട് ഓണം സെറ്റിലൊക്കെ ആഘോഷിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഓണവിശേഷങ്ങളുണ്ട്, സിനിമാ വിശേഷങ്ങളുണ്ട്. ചോദിക്കാനില്ലേ ജയറാമേട്ടനോട്? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സീറ്റുകളിലേക്കൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് വിശദമായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ സൈഡിലാണ് ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ജയറാമേട്ടാ, ഈ ഗ്ലാമർ എങ്ങനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടോ? അത് ഫ്രഷിന്റെ അല്ല, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുവാ. ആണോ? ഹൃദയം കൊണ്ടാണെങ്കിൽ ഓക്കെ. അടുത്തൊക്കെ വന്ന് നിന്നുമ്പോ എന്തൊരു ഗ്ലോ ആണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. രഹസ്യമല്ല, ഹൈദരാബാദാണ് ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നത്. പ്രഭാസിന്റെ കൂടെ രാധേശ്യാം എന്നുള്ള ഫിലിമാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്താണ് ഞാൻ സ്റ്റേജിലിടുന്ന ഡ്രസ്സാന്ന് വെച്ചപ്പോ ഇവിടെ തന്നെയാണ് പറഞ്ഞത്, മേളിൽ ഇങ്ങനെ ഷോൾ ആയിക്കോട്ടെ, കറുത്ത ഷർട്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരെ ചെന്ന് രാത്രി ചെന്നൈയിൽ നിന്ന് എടുത്ത്, ഇത് മോന്റെ ഷർട്ടാ. അതാണ് അവന്റെ ഷർട്ടാ, കാളിയുടെ ഷർട്ടാണ്. അതെ, ഇപ്പൊ ഞാൻ രാവിലെ അവനടുത്ത് വിളിച്ചു പറഞ്ഞോളൂ, ഷർട്ട് നോക്കണം, ഞാൻ എടുത്തോണ്ട് പോകുന്നത്. സാംസ്കാരിക നായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അത് ജയറാമേട്ടനാണ്. കാരണം അതിലൊരു സംശയമില്ല. പൂരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആഘോഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തിനധികം പറയണേ, മുണ്ടിന് ഇത്രയും നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ വേറെ ഇല്ല. കാരണം ജയറാമേട്ടൻ ഉടുക്കുന്ന പോലെ അത്രയും മുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു താരവും. ജയറാമേട്ടന് മുണ്ട് നമ്മൾ എന്താണ് എനിക്കറിയില്ല കേട്ടോ. കുട്ടിക്കാലം തൊട്ട് എന്തോ മുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എന്റെ ഭാര്യയും പിള്ളേരും എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതാണ്. എവിടെയെങ്കിലും വിദേശയാത്ര എവിടെയെങ്കിലും ഞങ്ങൾ പോയാലും ഈ രാവിലെ ഈ മുണ്ട് ഉടുത്തോണ്ട് ഈ തലക്കെട്ടും കെട്ടിക്കൊണ്ട് എന്തിനാ അങ്ങനെ നടക്കുന്നത് ഇങ്ങനെ ചോദിച്ചേ. എന്തായാലും ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ജയറാമേട്ടൻ മാത്രം പോരാ, ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാവേലി കൂടി വേണം. മാവേലി വേണം. പിന്നെ അത് ഇപ്പൊ ഇതാട്ടോ, എപ്പോഴും ഓണം എന്ന് പറഞ്ഞാൽ അപ്പൊ മാവേലി അത്തോ, അത് ക്ലീശയാണ്. അതൊക്കെ മാറേണ്ട ഒരു കാലഘട്ടം ആണ്. എന്താടാ ക്ലീശയോ? മാവേലി ക്ലീശയോ? കൊച്ചേർക്ക എടാ, മാവേലി വർണ്ണോണ്ട് തന്നെയാണ് ഓണം ഉണ്ടാവുന്നത്. ജയറാമേട്ട അവൻ അറിയാൻ പാടില്ലാത്തോണ്ട് പറയണ്ടോ. നമുക്ക് എന്തായാലും ഓണം അടിപൊളിയാക്കിയിട്ട് കേക്കൊക്കെ മുറിച്ച് നമുക്ക് ആഘോഷമാക്കാം. കേട്ടില്ല, ഒന്നും പറയാം. നമ്മൾ ഓണാഘോഷം കേക്കെല്ലാം മുറിച്ച് ഒരു തിരിയൊക്കെ അല്ല, ഒരു കാര്യം, ഒരു 7-8 മെഴുകുതിരിയും കത്തിച്ചു വെച്ച് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ വിളിച്ച് കിട്ടുമെങ്കിൽ ഒരു ആടിനെ മേടിച്ച് അറുത്തൊരു മട്ടൻ ബിരിയാണി കൂടെ വെക്കും. എങ്ങനെ സൂപ്പർ ആയിരിക്കും. പൊട്ട കേക്കല്ലടാ, വലിയ കേക്ക് പൂക്കളെല്ലാം വെച്ചിട്ടുള്ള പരിപാടിയാണ്. മാവേലിയുടെ ബർത്ത്ഡേ അല്ല, മാവേലി പാതാളത്തിൽ നിന്ന് വന്ന ദിവസമാണ്. അതെ, അതറിയാൻ പാടില്ല. അല്ല, ഒരു തർക്കം വേണ്ട. ശരിക്കും നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് മാവേലി വരുന്നതും പൂക്കളം കാണാൻ വരുന്നതും. ഇപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ചെന്നൈയിലായിരുന്നു താമസം. അപ്പൊ ഈ പൂക്കളം ഒരുക്കുന്നതിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ അവരെ ഞാൻ ചെറുപ്പത്തിലേ പറഞ്ഞിങ്ങനെ കഥ പറയായിരുന്നു. പൂക്കളം ഇട്ടിട്ട് നമ്മൾ ഒളിഞ്ഞിരിക്കണം, മാവേലി വരും എന്ന് പറഞ്ഞു. അപ്പൊ അവങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും ജനലിന്റെ ഇടയിൽ കൂടെ, മാവേലി വരുമോ നോക്കിയിട്ട്. അപ്പൊ അത് ഒരു കുട്ടിക്കാലം തൊട്ട് നമ്മുടെ ഒരു ഓർമ്മയല്ലേ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം മാവേലി വേണം. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഒരു ഓണാഘോഷത്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പൊ അദ്ദേഹം 2 കാര്യങ്ങളാണ് റിക്വസ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് ചോദിച്ചത്. ഒന്ന്, ജയറാം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ, ഈ നഗരം എന്തൊരു ഭംഗിയാണ്. ഒരു കാലഘട്ടത്ത് ഞാന് കുതിരവണ്ടിയിലൊക്കെ പണ്ട് ഇതില് എന്റെ ചെറുപ്പകാലത്ത് പോകുമ്പോൾ ഒരു ചുമരുകളൊക്കെ എല്ലാം ഭംഗിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിച്ച് എന്തിനാണ് ഇതൊക്കെ വൃത്തികേടാക്കുന്നത്? ഈ പോസ്റ്റർ എല്ലാം കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ഒരു പ്രത്യേക ഒരു ബോർഡ് ഉണ്ടാക്കി അവിടെ മാത്രം വെക്കുക, സിറ്റി എന്ത് ഭംഗിയായിരിക്കും. ഞാൻ പറയും തീർച്ചയായിട്ടും ഞാൻ പറയാം സാർ. അതേപോലെ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞത് ഓണമല്ലേ, മാവേലി മഹാരാജാവ് എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു. എനിക്കൊരു ഫോട്ടോ എടുത്തുകൊണ്ട് അദ്ദേഹം കാണിച്ചു. വലിയ മീശയും എന്താ പറയുക 6 പാക്കും, ഒരു അസുര ചക്രവർത്തി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയം തോന്നുന്ന അത്ര ഭംഗിയുള്ളൊരു ഫോട്ടോ, ഒരു വരച്ച ഫോട്ടോയാണ്. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരു കോമാളിയെ പോലെ ആക്കി വയറും വെച്ച് ഓലക്കൊടയൊക്കെ മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇതും ജയറാം എവിടെയെങ്കിലും പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ സങ്കല്പത്തുള്ള മാവേലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി വയറും ഇതൊക്കെ തന്നെ വേണം. അങ്ങനെ തന്നെ വരട്ടെ. മാവേലിയുടെ തീം അതേതാ? എല്ലാ ഓണത്തിന് അത് തന്നെ. നമ്മള് ചാനൽ വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കേൾക്കുന്ന പാട്ട്. ആ ഓണത്തിന് മാത്രം. അതെ, എന്തോ പരിപാടിയാ കാണിച്ചത്? എന്തു പറ്റി? ഞാൻ എത്ര സമയമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അല്ല ഈ മ്യൂസിക് എല്ലാ സിനിമാക്കാരും എല്ലാം വന്നു. ദേ ഇവരെ എല്ലാം വിളിച്ചു വരുത്തി. ഒന്നുമില്ലാതെ ഞാൻ ഈ കേരളം ഭരിച്ച ആളല്ലേ, എന്നെ ഇങ്ങനെ നിർത്തിയാ അപമാനിക്കാമോ? അല്ല മാവേലി, അതല്ല. പിന്നെന്താണ്? ശരിക്കും നല്ല ബിൽഡപ്പിൽ മാവേലിയെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചായിരുന്നു. എന്നിട്ട് എവിടെ ഞാൻ എത്ര നേരം കൊണ്ട് അവിടെ നിൽക്കാം? വലിയ സിനിമാക്കാരൊക്കെ വന്നപ്പോ മഹാബലിയെ മറന്നു. അത് തന്നെ സത്യം. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ ഈഗോ അടിക്കല്ലേ മാവേലി. എനിക്ക് ഈഗോ വരുന്ന ആളാണ്. അല്ല കല്ലു, സത്യത്തില് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം സ്വന്തമായിട്ട് തീം മ്യൂസിക് ഇട്ട് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു നല്ല മ്യൂസിക് ഇട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതെ, അതിനായിരുന്നോ? ഒരു പണി ഇത് പറഞ്ഞില്ലല്ലോ ആരും. അല്ല മാവേലി ഒന്നുകൂടി ഞങ്ങളുടെ അകത്ത് കയറിപ്പോക്കോ. അപ്പൊ ഈ ജയറാമേട്ടാ, ഇത് നമുക്കൊരു ജൈജാന്റിക് പരിപാടിയെ കൊടുത്തു. അപ്പൊ ഈ വന്നത് അങ്ങ് മായ്ച്ചു കളഞ്ഞേരെ. ശരി കയറിപ്പോ. നമുക്കൊരു ആർപ്പ് വിളിച്ചിട്ടേ ഒന്ന് ഐശ്വര്യമായിട്ട് മാവേലി. അത് മാത്രമല്ല, ഈ ആർപ്പ് വിളി ജയറാമേട്ടന്റെ ഒരു പ്രത്യേക സ്റ്റൈല. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർപ്പ് വരട്ടെ. ഇപ്പോഴാണ് മാസ് എൻട്രി ആയേ. എനിക്ക് ഇത്രയും പ്രജകൾ ഉണ്ടായിട്ടെന്താ കാര്യം? എനിക്കൊരാവശ്യം വന്നപ്പോ ഒറ്റ ഒരുത്തരും സഹായത്തിനില്ലായിരുന്നു. എന്താ എന്ത് പറ്റി? ഇതൊക്കെ എന്താണത്? ഇതൊക്കെ എന്താ? ഇതെന്താണത്? ഐ ആം വാക്സിനേറ്റഡ്. അതെ, ഞാൻ വാക്സിൻ എടുത്തു. അതെ, അതെനിക്ക് ഏറ്റടാ എന്നാണ് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലേ. ഓ, വാക്സിനേറ്റഡാന്ന്. പിന്നെ ഇതൊക്കെ? ഇത് ആധാർ കാർഡാണ്. അതെന്തിനാ? ഇത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഓണം ആണെന്ന് കേട്ടാൽ ഉടൻ തന്നെ ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിലെ ജുവലറിയുടെ ഫ്രണ്ടിലൊക്കെ ഓരോരോ മാവേലികളാണ്. ഏതാണ് ഒറിജിനൽ? ഇതാണ് ഒറിജിനൽ എന്ന് ഫോട്ടോ ഉണ്ട്. ശരി. ഇനി ഞങ്ങളുടെ നാട്ടിലിപ്പോ ഒരു പുതിയ ഇതും കൂടി വന്നിട്ടുണ്ട്. ഈ 2 വാക്സിനേറ്റഡാ ഉള്ളവന് മാത്രമേ മറ്റിതും കിട്ടുള്ളൂ. ഇപ്പോ എടുത്തോ? സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ. പാലിക്കേണ്ട കേസില്ല. RT-PCR ആണ്. ശരി. എന്തിനാണ് കരഞ്ഞത് മാവേലി പെട്ടെന്ന്? കരഞ്ഞെന്താന്ന് വെച്ചാ ഒരു ഉത്തരവാദിത്തം വേണ്ട. ഞാൻ ഇങ്ങനല്ല എന്റെ എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ എങ്ങനെയാണ്? എന്റെ എൻട്രി ഞാൻ ഭയങ്കര ബിൽഡപ്പിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് മൊത്തം നശിപ്പിച്ചു. എന്താ? ആര് നശിപ്പിച്ചു? എനിക്കൊരു ആപത്ത് വന്നപ്പോ നിങ്ങൾ ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നു. അയ്യോ, മാവേലി പറഞ്ഞല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്റെ വാഹനം ആ MVD-ക്കാര് പൊക്കി. വാഹനോ? ഏത് വാഹനം? മാവേലിയുടെ വാഹനം ഏതാണ്? 85,000 രൂപ പെറ്റിയടിച്ചു വാഹനത്തിന്. അല്ലെ, പെറ്റിയടിക്കാൻ കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്രേഷൻ കൂടി പോയെന്ന്. പിന്നെ അങ്ങനെയാണ്, അത് പ്രശ്നമാണ്. ആൾട്രേഷൻ കൂടിയതിന് 85,000 രൂപയാണ് അവർ പെറ്റിയെടുത്തത്. അല്ല, അതെന്തറിയാമോ മാവേലി? ഈ ടയർ മാറ്റുക, ഫ്രണ്ടിൽ എക്സ്ട്രാ ലൈറ്റുകൾ വെക്കുക, കളർ അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഇതാണത്. കാരണം മറ്റു വാഹനങ്ങൾക്ക് അതൊരു പ്രശ്നമാകുന്നതുകൊണ്ട് അത് അടിക്കൂടെ. അയ്യോ, ഞാൻ ഏത് വാഹനത്തിൽ വന്നാന്ന് ഉദ്ദേശിച്ചത്? ടെമ്പോ ട്രാവലർ? അങ്ങനൊന്നും അല്ല, ഞാൻ ആനപ്പുറത്താണ് വന്നത്. ആനപ്പുറത്തോ? ആനയായിരുന്നു എന്റെ വാഹനം. അല്ല, ആനയ്ക്ക് എന്ത് ഓൾട്രേഷൻ ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്നുമില്ലേ? അവര് പറയുന്നത് നെറ്റിപ്പട്ടം, തിടമ്പ്, വെഞ്ചാമരം, മുത്തുക്കട, പിന്നെ ആനയുടെ പുറത്തോടെ ഞാനൊരു മിനുക്ക് തുണി ഇട്ട് കാണുമ്പോ ഒരു പങ്ക് വരാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ മിനുങ്ങുന്ന തുണി ഇട്ട് ഞാനൊന്ന് അലങ്കരിച്ചു. അതും കൂടാതെ അതിന്റെ പുറകില് ഇത്രയും വട്ടത്തിൽ വലിയൊരു റെഡ് ചിഹ്നത്തിൽ ഒരു റിഫ്ലക്ടർ വെച്ചു. എന്തിനാണെന്നറിയോ? ഈ പുറകിൽ നിന്നുള്ള വാഹനങ്ങൾ ഒന്നും ഇടിക്കാതിരിക്കാൻ. ഇതാണ് ഓവർ ആൾട്രേഷൻ ചെയ്തെന്നും പറഞ്ഞ് എന്നെ പൊക്കിയത്. അയ്യോ, എന്നിട്ട് 85,000
രൂപ പെറ്റി അടിച്ചോ? പെറ്റി അടിച്ചാൽ മാത്രമല്ല ആനയെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഗൈസ്, എന്നെ മനഃപൂർവ്വം അവർ പിടിക്കായിരുന്നു ഗൈസ്. മനഃപൂർവ്വം എംപിക്കാർ തന്ത്രപരമായിട്ട് എന്നെ വിളിച്ചിട്ട് പോയാണ് ഗൈസ്. ഗൈസ്, കേരളം കത്തിക്കണം ഗൈസ്. നമുക്ക് കേരളം കത്തിക്കണം ഗൈസ്. അവർ മനഃപൂർവ്വം ചെയ്താണ് ഗൈസ്. ഗൈസ്, ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്. 85,000 രൂപ എന്നെ റിമാൻഡ് ചെയ്തിരിക്കാണ് ഗൈസ്. കേരളം നമ്മളെല്ലാവരും കൂടണം, കേരളം കത്തിക്കണം ഗൈസ്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒരു മിനിറ്റ് വാ. നമുക്ക് വിഷമിക്കണ്ട. നമുക്ക് ഇന്ന് ഒരു തിരുവോണമൊക്കെ സന്തോഷമായിട്ടിരിക്കാം. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓണം ആഘോഷിച്ചിട്ടേ മാവേലി പോകാവൂ. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വെറും കൈയോടെ പോകത്തില്ല. ഞാനൊരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നിട്ട് ഓണത്തിന്റെ പൂക്കളുണ്ട്, ഇവിടെ ചെണ്ടമേളുണ്ട്, പുലികളിയുണ്ട്, അത് മാത്രമല്ല ഓണ സമ്മാനങ്ങളുണ്ട്. അതെ, അപ്പൊ ജയറാമേട്ടനും മാവേലിയും കൂടെ ആയപ്പോഴത്തേക്ക് സമ്പൂർണ്ണമായി. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ സമ്മാനങ്ങൾ വരട്ടെ. ജയറാമേട്ടന് ഈ ഓണത്തിന് എന്റെ ആദ്യ സമ്മാനമാണ്. ഞാൻ ജയറാമേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന 1992 ഫെസ്റ്റിവലിലാണ്. 29 വർഷമായി. വിശ്വംഭര സാറിന്റെ പടം. അതാണ് ഫസ്റ്റ് പടം. അതിൽ ജയറാമേട്ടനും ഭ്രാന്തനാണ്, ഞാൻ മുഴുഭ്രാന്തനാണ്. പക്ഷേ ജയറാമേട്ടന്റെ ഭ്രാന്ത് മാറി. ഇത് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതെ, അതാണ് ഫസ്റ്റ് ഞാൻ നമ്മൾ ഒരുമിച്ച് ആദ്യം അഭിനയിച്ചത്. ഫെസ്റ്റിവല് ചേട്ടൻ ഫെസ്റ്റിവല് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സില്. ഓ ശരി. ജയറാമേട്ടൻ ബൈച്ചേട്ടൻ പറഞ്ഞാലും ബൈച്ചേട്ടൻ ജയറാമേട്ടൻ പറഞ്ഞാലും അയ്യോ, അങ്ങനെ പൊട്ടിക്കരുത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പൊട്ടിക്കണം. ഇത് പാക്കറ്റ് പൊട്ടിക്കാൻ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ ബോക്സിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോക്സിലുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് ജയറാമേട്ടന്റെ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മാനമാണ്. അങ്ങനെയുള്ള സമ്മാനമാണ് ഗൈസ്. ഇത് വേണല്ലേ? ഇത് വേണം. അപ്പൊ ജയറാമേട്ടൻ അത് പറഞ്ഞോണ്ട് പൊട്ടിച്ചേ. വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി കൂടി ജയറാം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായി. അപ്പോ ജയറാമേട്ടൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. സമ്മാനം എന്താണ് ഗൈസ്? ഒരു വെട്ടുകത്തിയാണ് ഗൈസ്. അത് മാത്രമല്ല ഗൈസ്, ഇതിനകത്ത് വേറെ സാധനം. അള്ളേ, എനിക്ക് പറയാൻ ഇത് അതെ, ഞാനൊരു കാര്യം പറയാം. ജയറാമേട്ട, ഇനി ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയറാമേട്ടൻ ഏത് സിനിമ? കാവടിയാട്ടം. ഒരു സംശയം വേണ്ട. കാവടിയാട്ടം എന്നുള്ള സിനിമയിലാണ് ഈ സീന്. അത് ഒന്നും റിഹേഴ്സൽ ഒന്നും ഇല്ലാതെയാണ് അന്ന് പ്ലാൻ ചെയ്തത്. കാരണം സിദ്ദിഖ്, കൃഷ്ണൻകുട്ടി നായർ സാറ്, അവരവർ എല്ലാവരും ഉണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ല, റിഹേഴ്സലും ഇല്ലാതെ ഫുള്ളായിട്ട് അത് വലിയ എപ്പിസോഡായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ടി വിയിലൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു ഹൈലൈറ്റ് ചിരിച്ചു പോകുന്നത്, എല്ലാം കഴിഞ്ഞ് പോകുമ്പോ അമ്പിളിച്ചേട്ടൻ ഒരു കടയുടെ അവിടെ ഇങ്ങനെ ജഗതി ചേട്ടൻ പോണ വഴിക്ക് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ഒരു കല്ല് കിടപ്പുണ്ടായിരുന്നു. ഒരു ഏറുപാവം കൃത്യം നെഞ്ചത്ത് തന്നെ കൊണ്ടുട്ടോ. അത് കുറച്ചേരം ചിരിച്ചിരുന്നിട്ടൊരു പോകുമില്ല. എന്താണ്? അയ്യോ, നമിക്കുന്നു ഓഹോനെ. അതൊന്ന് കാണാം. നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്നിട്ട് ആ ക്ലിപ്പ് കാണാം. വാ പ്ലീസ്. നാട്ടുകാരോട് കളിക്കാൻ ഇങ്ങനെ ഇരിക്കുക, അവരെടുത്തിട്ട് പെരുമാറും. ജനമേട്ട എന്തായാലും ആദ്യത്തെ ഗിഫ്റ്റ് പൊളിച്ചു. കാവടിയാട്ടം ശരിക്കും നമ്മൾ കാവടി ആടി. ഇനിയിപ്പോ രണ്ടാമത്തെ ഗിഫ്റ്റ് നമുക്ക് ചോദിച്ചാലോ? ഓക്കെ. ആരാണ് ഇനി രണ്ടാമത്തെ സമ്മാനം? അർജുൻ. പൊട്ടിക്കാം ബ്രോ, പൊട്ടിക്കാം. പാൽക്കുപ്പി ഗൈസ്, അതിന്റെ അകത്ത് ഫെത്താണ്. ഏതാണ്? തൂവൽ സ്പർശം.
ഞാൻ വിചാരിച്ച തൂവലാണ് ഏറ്റവും ആദ്യം പറയുന്നതായിരിക്കുന്നത്. അല്ലല്ല, പെട്ടെന്ന് ഞാൻ തൂവൽ, ആദ്യം തൂവൽ കൊട്ടാരം അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ പോയി. തൂവൽ സ്പർശം. പാൽക്കുപ്പി കുഞ്ഞുവാക്ക് കുറെ പാല് കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞുവാവ എപ്പോഴും കരച്ചിലാണ്. അപ്പൊ ഞാനും മുകേഷും സായി എല്ലാം ആ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കുട്ടി ഉറങ്ങാൻ, അതിനകത്ത് പല ഡയലോഗുകളും ഞങ്ങള് ശബ്ദം ഉണ്ടാക്കിയേ പറഞ്ഞിട്ടില്ല. ഫുൾ ആക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം കുട്ടി എണീക്കുന്നുള്ളത് കൊണ്ട് ഫുൾ ആക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങളെ. അപ്പോഴാണ് എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്നത് അറിയാം. എന്നെ ഓർമ്മയുണ്ടോ? ഭയങ്കര ഒരു ഇതായിരുന്നു, തകർത്തു. ഭയങ്കര ഓർമ്മയാണ്. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ. ഓക്കെ, നമുക്ക് ആ ഓർമ്മകളിലേക്ക്. ചന്ദനരേണു അണിഞ്ഞൊരു മധുരിമയ എനിക്ക് തോന്നുന്നു ഈ പാട്ട് കാണുന്ന സമയത്ത് കാളിദാസന് ചെറിയൊരു അസൂയ തോന്നാൻ വഴിയുണ്ടായിരുന്നു ചെറുപ്പത്തില്. അത്രയും കൊഞ്ചിച്ചിട്ടുണ്ട് ആ കുട്ടീനെ. അന്ന് പ്രേമം കൊടുമ്പിരി കൊണ്ടു കിടക്കുന്ന സമയമാണ്. ഓക്കെ ഗായ്സ്, അപ്പോ ഇനി അടുത്ത സമ്മാനം നൽകാനുള്ള സമയമാണ് ജയറാമേട്ടന്. അടുത്ത സമ്മാനവുമായിട്ട് വരുന്നു സാജൻ സി കേരളം. ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലക്കാണ്. കാരണം ഒരുപാട് പ്രാവശ്യം ജയറാമേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് മേടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ്. സത്യം ഇനി ഈ വർഷം ഒരെണ്ണം കിട്ടാനുണ്ട്, അതാണ് താഴെ. അപ്പം ഈ ഓണസമ്മാനം ജയറാമേട്ടൻ അങ്ങോട്ട് തരുമ്പോ ജയറാമേട്ടൻ ആ ഭാഗ്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തന്നാൽ മതി, അനുഗ്രഹമായിട്ട്. എന്താണ് ഓർമ്മ കിട്ടിയോ? കൺഫ്യൂഷൻ ആയല്ലോ. കിട്ടി, ചൂടുണ്ട്. ഡോക്ടറാണ്. ആരാണ്? ഓ, വധു ഡോക്ടറാണ്. അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ. അതല്ല, ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അതിന്റെ ഒരു ഇന്റർവൽ സീക്വൻസ് ഉണ്ട്. എന്റെ ഭാര്യ, ഞാൻ ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം ഒരുപാട് ആഗ്രഹിച്ച് കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് മൃഗ ഡോക്ടറാണെന്നുള്ളത്. അപ്പൊ എന്റെ ജീവിതം തകർന്നു പോകുന്നില്ല. അങ്ങനെ ഇത് കാണുന്നൊരിതുണ്ട്. ഒരു ചികിത്സിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിഞ്ഞ, അപ്പൊ മാലയോട് കൂടി നിൽക്കുകയാണ്. അപ്പൊ എന്റെ കയ്യിൽ ചെണ്ടുണ്ട്, കല്യാണത്തിന് തരില്ലേ, അതെ, ഇത്തിരി വലുത് വെയിറ്റ് ഉള്ളതാണ്. തൊട്ടടുത്ത് ജഗതിച്ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചെണ്ട് ആ ഇന്റർവൽ പോസ്റ്റിൽ താഴേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞതിനടുത്ത് ഞാൻ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും സൈഡിൽ നിന്ന്, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്റർവൽ പോസ്റ്റിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വീഴും കൈ. ആ ചെണ്ട് ഏതോ ഒരു അസ്ഥാനത്ത് കൊണ്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്റർവൽ പോർഷൻ നിൽക്കുന്നത്. അത് കണ്ടുപോയിക്കൊള്ളൂ. ഇനി ഒരു പ്രാവശ്യം അത് കാണുമ്പോ ഭയങ്കരമാണ്. അത് സ്റ്റേക്കിന് മുമ്പ് പറഞ്ഞാണ് എൻ്റെ അടുത്ത്, ആ ചെണ്ട് താഴേക്ക് പോന്നോട്ടെ, ഒന്ന് ടച്ച് ചെയ്തോട്ടെ. ഓ, റെഡി ആയിട്ടാ. അതിന്റെ റിയാക്ഷൻ അതിലാണ് നിർത്തിയിരിക്കുന്നത്. യെസ്, നമുക്ക് എന്തായാലും വധു ഡോക്ടറാണ് സിനിമയിലെ ഒരു സിനിമ. അളിയന്റെ ഭാര്യ മൃഗ ഡോക്ടറാണല്ലേ, കലക്കി. വധു ഡോക്ടറാണെന്നും പറഞ്ഞ് എല്ലാവരും തുള്ളിക്കളിക്കുന്നത് കണ്ടപ്പോ ഇത്രയും അമർന്ന ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അളിയ സന്തോഷമായിട്ടിരി. സ്വന്തമായ ഒരു മൃഗ ഡോക്ടർ ഉണ്ടാവുന്നത് വീട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു അന്തസ്സല്ലേ. വിഷ് യു എ വെരി ഹാപ്പി ആനിമൽ മാരീഡ് ലൈഫ്. ജയറാമേട്ടൻ ഇങ്ങനെ ഒരുപാട് ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമ്മാനത്തിലും. ഇനിയിപ്പോ അടുത്ത സമ്മാനം, അടുത്ത ഓർമ്മ വരട്ടെ ഗൈസ്. അടുത്ത സമ്മാനം വരികയാണ്. നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട സമയമായി. അഖിൽ പ്രോണി ഈ സമ്മാനം നൽകുന്നത് ജയറാമേട്ടന്. ജയറാമേട്ടന് താപാങ്ങും. പൊട്ടിച്ചോളൂ ഗൈസ്. ഉരുളക്കിഴങ്ങാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉരുളക്കിഴങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത്ത് ചൊല്ലി, കുഞ്ഞോടെ കുമ്പാടെ മാമുണ്ട് ചാഞ്ചാട്. കണ്ടുപിടിച്ച് കളഞ്ഞിരിക്കുന്നു ഗൈസ്. കണ്ടുപിടിച്ച് കളഞ്ഞിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് കമല്.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കമലുമായിട്ടൊക്കെ ഒരു അടുപ്പെന്ന് പറയുന്നത് ബ്രദർലി അഫെക്ഷൻ ആണ്. ഭയങ്കര ഇപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രേമമൊക്കെ നടക്കുന്ന കാലഘട്ടത്ത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ നടക്കുന്ന പ്രാദേശിക വാർത്തകളൊക്കെ നടക്കുന്ന സമയത്ത് കമലായിരുന്നു ഏറ്റവും വലിയ ഹംസം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ പോലെ മൊബൈലില്ല, കത്ത് കൈമാറാനും എല്ലാം. പിന്നെ പെട്ടെന്ന് ഇത് ഓർക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഓർക്കുമ്പോൾ ശ്യാമിലി ആകെ 3 സിനിമ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ആ 3 സിനിമ എന്റെ കൂടെയാണ്. പൂക്കാലം വരവായി, ഇത് എല്ലാം മാളൂട്ടി. അതെ. അപ്പൊ എപ്പോഴും പറയും എനിക്ക് 2 അപ്പ. ഇത് എന്നോട് സിനിമ അപ്പ, ബാബു വന്നിട്ട് റിയൽ അപ്പ. ഇത് റിയൽ അപ്പ, ഇത് സിനിമ അപ്പ. അങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷം മെഡ്രാസിലെ ഒരു ഫംഗ്ഷനിൽ ഞാൻ നിൽക്കുമ്പോ ഒരു സാരിയെ കൊടുത്തൊരു കുട്ടി പുറകെ നിന്ന് എന്നോട് സിനിമ അപ്പ, നീ ഇത് എനിക്ക് കണ്ടിട്ട് ആളെ മനസ്സിലാവുന്നില്ല. ആ ഒറ്റ വിളിയിൽ ഇത് കണക്ട് ചെയ്തു. അതെ. കല്ലു, നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും ഈ പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ജയറാമേട്ടനുണ്ടോ? കാരണം ആ സമയത്തുള്ള എല്ലാ കഥകളിലും എവിടെയോ ഒരു പറവ തീയുണ്ട്. അന്നത്തെ പ്രണയ ലേഖനങ്ങളിലെ ഏതെങ്കിലും ഓർമ്മയുള്ള ഒരു ലേഖനം ഒന്ന് പറയൂ. ചമ്മിപ്പോയൊരു സംഭവം. അർത്ഥം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക സത്യനന്ദിക്കാടിന്റെ. അപ്പൊ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിനകത്താ ഷൂട്ടിംഗ് നടക്കുന്നു. മമ്മൂക്കയും ഞാനുമായിട്ടുള്ള സീൻ എടുത്തോണ്ടിരിക്കുക. ഒരാള് ജയിലിന്റെ വാതിക്കെ ജയറാമിനെ കാണണം എന്ന് പറഞ്ഞു വന്നു. അപ്പൊ അവിടുത്തെ ജയിൽ ആൾക്കാർ ആരാന്ന് ചോദിച്ചു, പ്രൊഡക്ഷനിൽ ചോദിച്ചു. അത് ചോദിച്ചു. ഒരു പയ്യൻ ഇങ്ങനെ ഒന്നും അറിയാം ചേട്ടന്ന് വന്നിട്ട് എല്ലാവർക്കും സംശയം. ഒരാളിങ്ങനെ മാറി വന്നത് ഒന്നുമില്ല, പാർവതി ഒരു ലെറ്റർ കൊടുത്തയച്ച വീട്ടിലെ ജോലിക്കാരനാണ്, അതെന്റെ കൈ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മമ്മൂക്ക പറഞ്ഞു അവൻ എന്താ തരാൻ ഇങ്ങോട്ട് എന്റെ അടുത്ത് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ പ്രണയ ലേഖനം പൊട്ടിച്ച് മമ്മൂട്ടിയും സത്യനന്ദിക്കാടും കൂടി ജയിലിൽ എല്ലാവരും കേൾക്കാൻ പാകത്തിന് വായിച്ചു. നാണക്കേടായിപ്പോ ഭയങ്കര. അതെ. പിള്ളേരൊക്കെ കളിയാക്കി ഇപ്പോഴും. മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അമ്മക്ക് വേറെ ആരും കിട്ടിയില്ലേ അമ്മ, വേറെ ആരും കിട്ടിയില്ല. യെസ്. ഇനിയിപ്പോ ഒരു പ്രധാനപ്പെട്ട സമ്മാനമാണ് വരുന്നത്. അത് വേറെ ആരുടെയും കയ്യിൽ നിന്നല്ല, നമ്മുടെ സ്വന്തം മാവേലിയുടെ കയ്യിൽ നിന്നാണ് കിട്ടാൻ പോകുന്നത്. നമസ്കാരം. ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സമ്മാനമാണ് ഗായ്സ് നമ്മുടെ മാവേലി ജയറാമേട്ടന് നൽകിയിരിക്കുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു, വിളക്കുകൾ ആദിമിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ നാന്നു നീ. ജയറാമേട്ടാ, എനിക്ക് തോന്നുന്നു അതായത് നമ്മളൊരു പാട്ട് അഭിനയിച്ചു. ആ പാട്ട് ഇത്രയും കാലത്തിന് ശേഷം ഈ സ്റ്റേജിലുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് പാടുന്നു. അപ്പൊ മലയാളിയുടെ മനസ്സിൽ എത്രമാത്രം പതിഞ്ഞൊരു പാട്ടിലാണ് ജയറാമേട്ടൻ മുഖം കാണിച്ചിരിക്കുന്നത്. എത്രമാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ല, അത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടോ സന്തോഷമായിട്ടോ പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞൊരു കാലഘട്ടങ്ങളിൽ കഴിഞ്ഞൊരു 30 വർഷത്തെ എടുത്താൽ ഏറ്റവും നല്ല പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക്. ഒറ്റ സെൽഫി ആയിക്കോട്ടെ. അതെ, എന്തിനാ ഈ സെൽഫി? ഇത് എനിക്ക് പാതാളക്കരണ്ടി പോസ്റ്റ് ചെയ്യാനാണ്. അതെ അതെ. നിങ്ങൾ ഇവിടെ ഫേസ്ബുക്ക് എന്നല്ലേ പറയുന്നത്, അവിടെ പാതാളക്കരണ്ടി എന്നല്ലേ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, ഇത് പോരാ കളിയാ. അപ്പൊ എന്തായാലും ഇടയ്ക്കുമായിട്ട് ജയറാമേട്ടൻ സ്റ്റേജിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ പുലികളി തുടങ്ങിക്കഴിഞ്ഞു, നമ്മുടെ ചെണ്ടമേളം തുടങ്ങിക്കഴിഞ്ഞു, ആഘോഷങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഓണത്തിന്റെ പൂരമാണ്. ഒരു കയ്യടിയോടുകൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. ജയറാമേട്ടാ, അംഗം തുടങ്ങല്ലേ? പൂരം മുഴങ്ങല്ലേ? റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ജയറാമേട്ട അവിടെ വലിയൊരു സിംഹാസനം തന്നിട്ടുണ്ട്. ജയറാമേട്ടനായതുകൊണ്ട് ഒരു കനക സിംഹാസനം തന്നെയാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. അതിലേക്ക് ഉപവിഷ്ടനായാലും പുഷ്പഹാരത്തിന് നടുവിൽ കനക സിംഹാസനത്തിൽ ഇരിക്കുന്ന ജയറാമേട്ടനെ നോക്കുമ്പോ തന്നെ ആ ചന്തം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ റോക്ക് ആൻഡ് റോളിന്റെ സിംഹാസനം എന്ന് വെച്ചാൽ അത് കനക സിംഹാസനമല്ല, അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ തരിപ്പ് സിംഹാസനമാണ്. നമ്മുടെ തരിപ്പ് സിംഹാസനം വരട്ടെ. ജയറാമേട്ട പേടിയില്ല? അതിൽ നിന്നാൽ തരിപ്പുണ്ടാവുമോ? ചെറിയൊരു ഷോക്ക്. ഷോക്കോ? ചെറിയൊരു ഷോക്ക്, കുഞ്ഞു തരിപ്പ് എന്ന് വെച്ചാല് പണ്ട് തെനാലിക്ക് കൊടുത്തില്ലേ, അതിന്റെ ഒരു 4 അത്രേ ഉള്ളൂ. ഒരുപാട് ഷോക്ക് അടിപ്പിക്കരുത്. ഇല്ല, വെറുതെ പ്രാന്ത് മാറാനുള്ള അത്രയും. ഒരാളെ
അങ്ങനെയാണെങ്കിൽ ജയറാമേട്ടൻ വരട്ടെ, തരിപ്പ് സിംഹാസനം വരട്ടെ. ഞാൻ ഈ ഹെഡ്ഫോൺ ജയറാമേട്ടന്റെ തലയിലേക്ക് വെക്കും. അപ്പൊ ഇതിനകത്ത് വേറൊരു പാട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഫ്ലോറിൽ നമ്മൾ വേറൊരു പാട്ടിടും. അത് ജയറാമേട്ടന് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റിൽ ഒരാള് അവിടെ നിന്നിട്ട് ഇത് ലിപ്പിൽ പറഞ്ഞു തരും ഏത് പാട്ടാണെന്ന്. ഡാൻസ് ചെയ്തിട്ടോ പിന്നെ ചുണ്ടനക്കിട്ടോ അതെങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ആ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ആദ്യമായിട്ട് ജയറാമേട്ടന് പാട്ട് പറഞ്ഞു കൊടുക്കാൻ വരുന്നു അഖിൽ. ചേട്ടാ, ഞാനേ ചേട്ടന്റെ ഒരുപാട് സിനിമകൾ കണ്ട് തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് ഷോക്കടി കൊള്ളണം. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൂപ്പർ സ്റ്റാർ സ്വന്തമായി ഷോക്കേറ്റ് വാങ്ങാൻ നമ്മുടെ തരിപ്പ് സിംഹാസനത്തിലേക്ക് വന്നിരിക്കുന്നു. ഗൈസ്, ഏറ്റവും ആദ്യത്തെ പാട്ട് ഏതാണ് ഗൈസ്? കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞ കേൾക്കൂല. എന്റെ സിനിമയാണ്. പത്തല്ല, ഇത് മറ്റേ ഇത് ഫാമൊക്കെ ഉള്ളേ, ഫാം ഇങ്ങനെയൊക്കെ കാണിക്കൂലേ ചേട്ടൻ? കാണിക്കൂലേ? മറ്റേ ഇതൊക്കെ പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ കാണിക്കും പാട്ട്. ഓ, പെണ്ണുങ്ങളുമായിട്ട് കിടന്ന് കറങ്ങും ചേട്ടാ. അയ്യോ അയ്യോ, കൺഫ്യൂഷൻ അടുത്ത പാട്ട് പാടാൻ വേണ്ടിട്ട് ജയറാമേട്ടൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വരുന്നു. അവിടെ നിന്നും സനൂജ. ഇത് രണ്ടാം റൗണ്ട് മത്സരമാണ്. സനുജയ്ക്ക് പാട്ട് കൊടുക്കൂ. യെസ്. ജയറാമേട്ടനെ ചമ്മുന്നു. ഒരു സൂപ്പർ സ്റ്റാർ ആണ്. കൊലയ്ക്ക് കൊടുക്കരുത്. നൃത്തം, ഡാൻസ്. അയ്യോ, തെറിയോ? അയ്യോ, എന്തോ ചീത്ത വാക്കാണ് പറഞ്ഞത്. അതെ, ചീത്ത വാക്കല്ല. ഓ, മയില്. ഞാൻ സോറി, ഞാൻ പെട്ടെന്ന് ലിപ്പ് മാത്രമായിരുന്നു. മുടി. ആ, മയില് മുടിയോ? പൊന്മുട്ടയിടുന്ന താറാവ്. പൊന്മുട്ടയിടുന്ന മയിൽ. പൊന്മുടിയാ? എനിക്ക് എന്തോ അത് ചീത്ത വാക്കായിട്ടാ കേൾക്കുന്നത്. സത്യമായിട്ട് അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പൊന്ന് കാണിച്ചു കൊടുക്ക്. മുടി. സുരേഷ് ഗോപിയാ? ആണോ? മൈനാക പൊന്മുടിയിൽ നിന്നുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള സനൂജയുടെ പോരാട്ടത്തിന് ശേഷം വീണ്ടും അടുത്ത അംഗം മുറുകുന്നു. വരുന്നു വരദ. വരദയുടെ പാട്ട് വരുന്നു ജയറാമേട്ടന് വേണ്ടി. സലാം സലാം. അതെ, സലാം സലാം. ഷാർജ ടു ഷാർജയിലെ പാട്ടാണ്.
14-ാം രാവിന്റെ തിറ പോലെ വളരെ വേഗം ഗായ്സ്, വളരെ വേഗമാണ് വരദ ജയറാമേട്ടനെ കൊണ്ട് ആ പാട്ട് പറയിച്ചത്. വളരെ കുറച്ച് ഷോക്കാണ് ജയറാമേട്ടന് കൊടുത്തത്. വരദ ആയിരിക്കുമോ ഇതിലെ വിജയി? നമുക്ക് കാത്തിരുന്ന് കാണാം ഗായ്സ്. അടുത്ത ആളിലേക്ക് പോവാം. ഭാരതയ്ക്ക് ശേഷം വീണ്ടും വരാനായിട്ട് പോകുന്നു യൂഹി രുസ്തഗി. തരി നമുക്ക് പാട്ടിലേക്ക് പോയാലോ? പാട്ടിലേക്ക് പോവാം. ചെല്ലക്കാത്തെ ചൊല്ലു ചൊല്ലുവാക്കിലെന്തുണ്ട് മായക്കാത്തെ അടി തുടങ്ങി. കൊഞ്ചുന്നു അയ്യോ ചക്കരേ വാവേ ചെല്ലക്കാറ്റ്. ഞാനും മോനും കൂടി പാടിയിട്ടില്ലേ? ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു ഇനി വരാൻ പോകുന്ന ആളെ കേട്ട് കഴിഞ്ഞാല് ആ ആളെ കുറിച്ച് ജയറാമേട്ടന് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ വിചാരിക്കും പറയും ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചു, ഈ ഷോ അവസാനിപ്പിച്ചു, ഞാനില്ല ഇനി കസേരയിലിരിക്കാൻ. കാരണം പ്രേക്ഷക ലക്ഷങ്ങൾ മുഴുവൻ ഇനി ഞെട്ടിത്തരിക്കാൻ പോവുകയാണ്. ജയറാമേട്ടന് പാട്ട് പറഞ്ഞു കൊടുക്കാൻ വരുന്നു ഏഞ്ചൽ. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഏഞ്ചലിനുള്ള പാട്ട് വരട്ടെ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. ഓ ബ്രില്യന്റ് മൂവ്. ഓലക്കുട. മറക്കുടയാൽ നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഏഞ്ചലിത നിമിഷ നേരം കൊണ്ട് ജയറാമേട്ടന് ക്ലൂ കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഗൈസ്, ഇനി ആരാണ് ഇതിന്റെ വിജയി എന്നറിയുന്നതിന് മുമ്പായിട്ട് ജയറാമേട്ടനെ ഫ്രീ ആക്കാം. യെസ്. എങ്ങനെയുണ്ടായിരുന്നു ജയറാമേട്ട അവിടെ ഇരുന്നിട്ട് ഈ ഷോക്ക് കിട്ടുന്ന സമയത്തുള്ള അവസ്ഥ? ഇത് ടിവിയിൽ ഇതിന്റെ പ്രോഗ്രാം കാണുമ്പോ ഞാൻ ഇത്ര ഷോക്കൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കരമാണ്. അയ്യോ അടിച്ച് എന്തായാലും നിങ്ങളെല്ലാം നമ്മുടെ ജീവൻ രക്ഷിച്ചു. മറ്റേ മൈനാകോടെ എന്റെ അമ്മേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് വിജയം നോക്കട്ടെ? അവസാനത്തെ എനിക്ക് തോന്നുന്നത് എന്റെ ഗസ് ഒന്നുകിൽ ഏഞ്ചൽ ആയിരിക്കും അല്ലെങ്കിൽ ഭരതായിരിക്കും. കാരണം ഏറ്റവും കുറച്ച് സമയം ഇവർ രണ്ടുപേരാണ്. ഈ രണ്ടുപേരും നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടത്തുന്നത്. ആ രണ്ടുപേരിൽ നിന്നും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഓണസമ്മാനം ജയറാമേട്ടൻ നൽകുന്നു. ജയറാമേട്ട അങ്ങനെ മാച്ചാണല്ലോ സംഭവം. അടിപൊളി. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഒപ്പം ഇത്രയും അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട്. കാളിയെയും ഫോളോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ജയറാമേട്ടനെയും ഫോളോ. കാളിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്നാൽ പിന്നെ ഒരു പേരും കൂടി കടന്നിട്ട് ചേർത്തിട്ടാണ് കേട്ടോ. അല്ല, അങ്ങനെയല്ല. കാളിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും കുറച്ചും കൂടെ ഇപ്പോഴും യങ് ആൻഡ് ക്യൂട്ട് ആൻഡ് സ്മാർട്ട് ആയിട്ട് ഇതാ സമ്മാനം കൊടുത്തതിന്റെ ഒരു സ്നേഹമാണ്. കല്ലു, ഇത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നമുക്കൊരു പാട്ടിട്ട് കൊടുത്താലോ? ഏഞ്ചലിന്റെ പീക്ക് ടൈം അല്ലേ? അല്ലേ, പീക്ക് ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പീക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് പീക്ക് ആക്കാം. അതെ, സമ്മാനം ഞാൻ തൽക്കാലത്തേക്ക് വെക്കാം. ഒരു പാട്ട്. ഇരുമേയും ഒരു
മധുരിമയിൽ നിൻ ഹൃദയ ശലഭം ഉണരുമോ തരുമോ അപ്പൊ എന്തായാലും വന്ന കാര്യം ഗംഭീരായി. ജയറാമേട്ടന്റെ തരിപ്പ് സിംഹാസനത്തിലെ മത്സരം റോക്ക് ആൻഡ് റോളിലെ ഏറ്റവും മികച്ച തരിപ്പ് സിംഹാസനത്തിലെ മത്സരങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് അവള് വന്നു. അപ്പൊ ആ തരിപ്പോടുകൂടി തന്നെ ജയറാമേട്ട സിംഹാസനത്തിലേക്ക് തിരിച്ചു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. എന്താണ് ഇപ്പൊ പറയോ എന്ത് ഞാൻ പറഞ്ഞ കാര്യം? അയ്യോ, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? എന്നാ ഇവരുടെ ഒരു ശിങ്കാരി മേളം ഉണ്ടായിരുന്നു. ചെണ്ട കൊട്ടുവോ? അയ്യോ പ്ലീസ് പ്ലീസ് എങ്കിലും ഒന്ന് നേരത്തെ ഒന്ന് പറഞ്ഞാ മതി. സമയം വേണമല്ലോ. അതുകൊണ്ട് ജയറാമേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ടയുമായിട്ട് അത്ര അഭേദമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണാൻ വന്നത്. ജയറാമേട്ടൻ ചെണ്ട കൊട്ടനെ കണ്ടിട്ടില്ലേ? പിന്നെ ഞാൻ ചോറ്റാനിക്കൽ വരുമ്പോ കാണാറുണ്ട്. ജയറാമേട്ടൻ കണ്ടിട്ടുണ്ടോ ആരാധികമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു മുഖം? ഞാന് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, കാരണം ഒരുപാട് പേരുണ്ടാവില്ലേ, ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ചെണ്ട കൊട്ടുന്നുള്ള എനിക്ക് അറിയില്ല. കൊട്ടു, ഞാൻ ചെണ്ട എടുത്തോണ്ട് വരട്ടെ? അയ്യോ, ഒന്ന് എടുക്കാൻ പറയൂ. ജയറാമേട്ടൻ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കൂടുതലും പുരുഷന്മാരാണ് ചെണ്ട. അതെ അതെ അതെ, അധികം പുരുഷന്മാരാണ്. കാരണം ഒന്നാമത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു 9 കിലോ 10 കിലോളം ഉണ്ട്. ഇതും ആയിട്ട് 2-3 മണിക്കൂർ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷെ സമ്മതിച്ചോട്ടെ, സ്ത്രീകള് ഇത് ചെയ്യുന്ന. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എന്റെ പേര് ഗിന്നസ് ഭവാനി എന്നാ. അയ്യോ, അത് കണ്ടില്ലേ? ഇപ്പൊ കോയിലൊന്ന് വീണില്ലേ അതില്? അതിലെ താളം കേട്ടില്ലേ? ആ തരികിടത്തും അതിൽ വീണില്ലേ? നന്നായിട്ടുണ്ട്, അസലായിരിക്കുന്നു. അയ്യോ, ഇത് സത്യം പറഞ്ഞ ചേട്ടനെ കണ്ട ടെൻഷനില് കോല് കയ്യിന്ന് പോയതാ. ഞാനത് പൊട്ടിയതാണെന്ന് വിചാരിച്ചു. അല്ല അല്ല അല്ല, ഈ ഗിന്നസ് എന്ന് പറഞ്ഞത് ഗിന്നസ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കഥയൊക്കെ പറയാന്നേ. അയ്യോ, എന്റെ കഥ പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ വലിയ ചെണ്ടക്കാരനായിരുന്നു. അതെയാ? അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു എന്നെ ചെണ്ട പഠിപ്പിക്കണമെന്ന്. ശരി ശരി. അങ്ങനെയാ ഞാൻ ചെണ്ട പഠിക്കാൻ തുടങ്ങിയത്. ഓ, അപ്പൊ ആദ്യത്തെ ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ്? അല്ല, അച്ഛനല്ല, വേറെ ആളുടെ അടുത്ത് കൊണ്ടാക്കി. അച്ഛൻ പഠിപ്പിച്ചിട്ട് ശരിയായില്ല. അച്ഛനല്ല പഠിപ്പിച്ചതെങ്കിൽ പോലും അച്ഛന് ഭയങ്കര സന്തോഷമായി കാണല്ലേ? പിന്നെ ഭയങ്കര സന്തോഷായി. അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛൻ മരിച്ചുപോയി. അയ്യോ സോറി കേട്ടോ, അറിഞ്ഞില്ല. എങ്ങനെയാ മരിച്ചത്? അത് എന്റെ അരങ്ങേറ്റം കാണാൻ വേണ്ടി ഏറ്റവും മുമ്പിലത്തെ സീറ്റിൽ വന്നിരുന്നതാ. നമ്മൾ ഈ താളം കൊട്ടി അങ്ങ് കേറൂലോ? അതെ അതെ, മുറുകുമ്പോ ആദ്യത്തെ മുറുക്കത്തിൽ തന്നെ അച്ഛന്റെ കണ്ണടഞ്ഞു. അയ്യോ. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോഴാ അറിഞ്ഞത് ചങ്ക് പൊട്ടി ആ മനുഷ്യൻ മരിച്ചെന്ന്. അച്ഛന്റെ ചങ്ക് പൊട്ടി. അതെ. അല്ല അല്ല, അച്ഛൻ മരിച്ചാലും വീട്ടിൽ നിന്ന് ഇപ്പോഴും നല്ല അതിന് സപ്പോർട്ടൊക്കെ കിട്ടുന്നില്ലേ? ഒരു സപ്പോർട്ടും ഇല്ല ചേട്ടാ. എന്റെ സ്വന്തം പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നേ. അതെയോ? വീട്ടില് ചെണ്ട കാണുന്ന ഏതാണ്ട് ചതുർത്ഥി കാണും പോലെ. എനിക്ക് സാധനം ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെന്താ അറിയാമോ? അത് ഒന്നാമത് ഈ ചെണ്ട ഒരു അസുരവാദിയല്ലേ? ശബ്ദം ഭയങ്കരമായിരിക്കും. ശല്യമാണെന്ന് ആ അയൽവക്കക്കാര് പറയുന്നേ. വീട്ടുകാർക്ക് ശല്യം. അവര് പറയുന്നതിലും കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആരെ ശല്യപ്പെടുത്താൻ പോവില്ല. അവരൊക്കെ ഉറങ്ങുമല്ലോ. ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി ഒരു 12:30-1 മണിയാകുമ്പോ ഞാൻ അങ്ങ് സാധനം ചെയ്യും. അപ്പൊ ആർക്കും ശല്യം ഇല്ല, എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. എങ്ങനെയുണ്ട് ചേട്ടാ? ഏതായാലും വന്നതല്ലേ, ഞങ്ങളുടെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ചേട്ടൻ എവിടെയെങ്കിലും ഒക്കെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോണേ. അയ്യോ തീർച്ചയായിട്ടും ചേട്ടൻ പ്രമാണിയായിട്ട് നിന്നോ? ആയിക്കോട്ടെ, ഞങ്ങൾ പുറകെ അങ്ങ് കൂടിക്കോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ, ബാക്കിയുള്ളവരൊക്കെ? എന്റെ ഗേൾസ് ഉണ്ട്. വിളിക്കൂ. ഗേൾസ് കം ഓൺ. അപ്പൊ നമുക്ക് തുടങ്ങാം. തെറ്റിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാരും ജയറാമേട്ടനെ തന്നെ നോക്കി കൊട്ടണം കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. അല്ല, ഇതിന് ഭയങ്കര ബുക്കിംഗ് ആയിരിക്കും അല്ലേ? അതെ. പിന്നെ ബുക്കിംഗ് കൂട്ടാൻ വേറൊരു ഐഡിയ ഉണ്ട്. ഈ ബുക്ക് ചെയ്യാൻ വരുന്ന കമ്മിറ്റിക്കാരെ ഇവരെ നേരത്തെ കാണിച്ചു കൊടുക്കും ഞാൻ. അവരിങ്ങനെ ചുറ്റിനും കാണാൻ നിൽക്കുന്നുണ്ടാവല്ലോ. അപ്പൊ ഒരു നമ്പർ ഉണ്ട് ഞങ്ങളുടെ. അതുണ്ട്, അത് കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്.
മാവേലി തമ്പുരാനെ എന്തോ ഈ ബുക്കിംഗ് പറഞ്ഞാൽ നമുക്ക് പാതാളത്തിലേക്ക് ആയാലോ? അത് എങ്ങനെയുണ്ട്? അയ്യോ വേണ്ട, ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവര് ശൃംഗാരി മേളമെന്നും പറഞ്ഞല്ലേ തുടങ്ങിയത്? അതെ. കുറെ ശൃംഗാരികൾ നിറഞ്ഞുകൊണ്ട് ഇപ്പൊ കാണിച്ചത് ശൃംഗാരമേളമായി. ചേട്ടാ അപ്പൊ ഞങ്ങളെ വിളിക്കൂലേ? തീർച്ചയായിട്ടും വിളിക്കാം. വിളിക്കാം. ഉറപ്പല്ലേ? ഉറപ്പാണ്. വിളിക്കണേ. ഞങ്ങള് വരും. വിളിക്കണേ. ആഘോഷമൊക്കെ തകൃതിയായിട്ട് നടന്നു. പക്ഷെ പോരാന്നൊരു തോന്നലില്ലേ? പോരാന്നൊരു തോന്നലുണ്ട്. നമ്മൾ ചില പായസം കുടിക്കുന്ന പോലെയാ. ഒരു ഗ്ലാസ് കൂടി വേണം എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ട്. അതെ, അപ്പൊ നല്ല മധുരമുള്ള പായസം നമുക്ക് ഒരു ഗ്ലാസ് കൂടെ കുടിക്കാൻ തോന്നുന്ന പോലെ ഈ എപ്പിസോഡ് ഒരു ദിവസം കൂടെ അങ്ങോട്ട് നീട്ടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്നത് ഇരട്ടി മധുരമാണ്. ആ ഇരട്ടി മധുരത്തിനായിട്ട് കാത്തിരിക്കുക. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ.